ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത് കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ്. പുതുതായിട്ട് മേടിച്ചുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു മസ്കാരയാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ച് നോക്കുന്നതാണ്. അതിന്റെ വേറെ മേടിച്ച് നോക്കിയിട്ടുണ്ട്. ഇതെന്താണ് കൊളോസൽ ബബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു മസ്കാര കണ്ടോ, ഇത് നമ്മൾ മേടിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഐലാഷസ് ഒക്കെ നല്ല വിടർന്ന് നല്ല ഭംഗിയിരിക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയാണ്. അപ്പൊ എല്ലാം മേടിച്ചിട്ടുള്ളത് ആമസോണിനാണ്. അപ്പൊ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മസ്കാര വരുന്നത്. ഫസ്റ്റ് റേറ്റ് വന്നിട്ടാണ്. പിന്നെ അടുത്ത വന്നിട്ട് എനിക്ക് എപ്പോഴും നല്ല കംഫർട്ടാണ് ഈ ഒരു ലിപ് ബാം. ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് വിഷ് കെയറിന്റെ. ഇതിന്റെ ഒന്നും പുതിയത് മേടിച്ചിട്ടാണ്, പൊട്ടിച്ചിട്ടില്ല. ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു ലിപ് ബാമിന്റെ ഇതേപോലെ ആയിരിക്കും കേട്ടോ. ഇതിൽ നമ്മുടെ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാവുക, അതായത് ഒരുപാട് കളർ ഉണ്ടാവില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കളർ കിട്ടും. അതേപോലെ തന്നെ ഇതിൽ SPF 50 ഉണ്ട്. അതേപോലെ സെറാമൈഡ് ലിപ് ബാം ആണ്, ടിൻഡഡ് ലിപ് ബാം ആണ്. നമ്മുടെ സ്കിന്നിൽ ലൈറ്റിങ് ചെയ്യാനായിട്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സെറാമൈഡ്സ്, കോജിക് ആസിഡ്, നയാസിനമൈഡ്, വാട്ടർ മെലൺ ഒക്കെയാണ് ഇത് വരുന്നത്. സൺ പ്രൂഫ് ലിപ്സ്, സെറാമൈഡ് സ്മൂത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കളർ പിഗ്മെന്റേഷൻ നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ജസ്റ്റ് ലിപ്സ് നല്ല മോയ്സ്ചറൈസ് ആയിരിക്കണം. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കളറൊക്കെ വേണമെന്നാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്ലെയിൻ ആയിട്ടുള്ളത് കളർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അടുത്ത ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ലിപ് ബാം ആണ്. ഈ ഒരു ലിപ് ലൈനർ ആണ്. എത്രയോ കാര്യങ്ങളായിട്ട് ഞാൻ മേടിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ് ലൈനർ, അടിപൊളി വെച്ചാല് എന്റെ ലിപ്സുമായിട്ട് ചേർന്ന് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ലിപ് ബാം. ഒരു ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, നമ്മൾ ഈ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇല്ലേ, അതല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ടെറാക്കോട്ട ഒരു ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇടുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് ഈ ഒരു ലിപ് ലൈനർ ഉള്ളത്. ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇടാണെങ്കിലും ഈ ഒരു ലിപ് ലൈനറാണ് ഇട്ടത് കേട്ടോ. കാരണം നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള ലിപ് ബാമാണ്. ലിപ് ലൈനർ ആണ്, പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിന്റെ ലിപ് ലൈനറാണ്. അടിപൊളി, നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പൊ ഇതാണ്. ഇതിന് അധികം വല്ല റേറ്റ് ഒന്നുമില്ല, 50 രൂപ എന്തോ കുഞ്ഞി പ്രൈസേ വരുന്നുള്ളൂ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല സൂപ്പറാണ്, നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ, സൂപ്പറാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ലിപ് ടിന്റ് ആണ് കേട്ടോ. ഇത് എനിക്കൊരു ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഇത് നമ്മളുടെ മാർസിന്റെ 2 ഹെർട്സ് വെൽവെറ്റ് ലിപ് ടിന്റ്. അത് ഇട്ട് കഴിഞ്ഞിട്ട് തോന്നുന്ന സമയത്ത് ശരിയാണ്, ഒരു വെൽവെറ്റ് ആ ഒരു ഫിനിഷ് ആണ്, നല്ലൊരു സ്മൂത്ത്നെസ് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് തരുമ്പോ ചെറിയൊരു ബീട്രൂട്ടിന്റെ ആ ഒരു ഇത് തേച്ച പോലെ ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ ചീസിലൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു കളർ ഉണ്ടോ, ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഒരു ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ട പോലെ അങ്ങനെ. എന്നാൽ അത്ര ഗ്ലോസി ആയിട്ട് ഇരിക്കൂല, പക്ഷെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ ലിക്വിഡ് ഇതുപോലെ തോന്നും കേട്ടോ. ഇങ്ങനെ ചെറിയൊരു കളർ മാത്രം ഉണ്ടാവും, ഒരു ഓവർ പിഗ്മെന്റഡ് ആയിരിക്കില്ല. ജസ്റ്റ് ഒരു തവണ ഇടുമ്പോൾ കുഞ്ഞായിട്ടൊരു ഷെയ്ഡ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ കാണിച്ചിട്ട് കണ്ടോ, ഇതിന്റെ ചെറിയൊരു ടിൻറ്റേ ഉള്ളൂ, പക്ഷെ അങ്ങനെ ലിപ്സിൽ നിൽക്കും ആ ഒരു കളറെ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കാജലാണ്. ഇത് നമ്മളുടെ ലവ് ചൈൽഡ് മസബ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണ്. ഇതേപോലെ ഇവരുടെ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന നോർമൽ നമ്മളുടെ ഒരു കാജലാണ് കേട്ടോ. ഈ ഒരു കാജൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചിട്ടുള്ളത് ഈ ഒരു കോമ്പാക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ വന്നിട്ടുണ്ട്, ഒരു പൊട്ടിച്ച് നോക്കത്തുള്ളൂ. ഇത് നമ്മളുടെ ഷുഗറിന്റെ ആണ് കേട്ടോ. ഷുഗറിന്റെ കോമ്പാക്ട് പൗഡർ ആണ്. ഇവിടെ ഞാൻ കോമ്പാക്ട് പൗഡർ മേടിച്ചതായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു മാറ്റിക്കൊണ്ടു. അപ്പൊ ഇതാണ് നമ്മുടെ കോമ്പാക്ട് പൗഡർ വരുന്നത്. ഷുഗറിനൊക്കെ പ്രിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അടിയിലടിയിൽ സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടാപ്പ് ചെയ്തിടാം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കൂട്ടോ.